ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ടോപ്പിക്ക് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു തീർക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക്ക് 20-ാം നൂറ്റാണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഹിസ്റ്ററിയുടെ ചെറിയൊരു ടോപ്പിക്കാണ്. ബംഗാൾ വിഭജനം, മുസ്ലിം ലീഗ്, സൂററ്റ് പിളർപ്പ്, അങ്ങനെ ആ സമയത്ത് നടന്ന സംഭവങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു ടോപ്പിക്കാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ടോപ്പിക്ക് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ട് പഠിച്ചു തീർക്കാവുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും കൂടി ചെയ്യുക. അപ്പം നമുക്ക് പോവാം. ഈ ഒരു ടോപ്പിക്ക് എടുത്തപ്പം ഞാൻ ആദ്യമായിട്ട് പഠിക്കാൻ എടുത്തപ്പം റാങ്ക് ഫയൽ ആയാലും ഏതെങ്കിലും ഒരു വീഡിയോസ് നോക്കിയാലും വലിയൊരു ലാർജ് ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിനെ നമ്മൾ എങ്ങനെ സിമ്പിളാക്കാം, ഇപ്പം SCERT ടെക്സ്റ്റ് ആയാലും ഇപ്പം റാങ്ക് ഫയൽ ആയാലും അതിനെ നമ്മൾ എങ്ങനെ സിമ്പിളാക്കി നോട്ട് തയ്യാറാക്കി പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാനൊരു ബോക്സ് കണക്കാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതൊരു റാങ്ക് ഫയൽ എടുത്ത് നോക്കിയാലും അതിലൊരു 8-10 പേപ്പറോളം വരുന്നൊരു ടോപ്പിക്കാണ് ഈ ഒരു ടോപ്പിക്ക്. അപ്പം അതിൽ നിന്നും ഞാൻ എങ്ങനെയാണ് ഒരു 4 ചെറിയ പേപ്പറിൽ സംഭവങ്ങളെ എഴുതി തയ്യാറാക്കിയെന്ന് നോക്കാം. ഇതണക്ക് ഒരു ബോക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബോക്സിലാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അതിൽ ഓരോ കോളത്തിലും ഓരോ സംഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. ആദ്യം ഫസ്റ്റ് ഞാൻ എഴുതിയിട്ടുള്ളത് ബംഗാൾ വിഭജനമാണ്. ഈ ബംഗാൾ വിഭജനം നടന്ന വർഷമാണ് ആദ്യത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. വർഷങ്ങളെല്ലാം ഫസ്റ്റ് കോളത്തിലും നടന്ന സംഭവങ്ങളും നെക്സ്റ്റ് ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അതിന് നേതൃത്വം നൽകിയതാര് തുടങ്ങിയ കാര്യങ്ങളാണ് മൂന്നാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ബംഗാൾ വിഭജനമാണ് 1905 ഒക്ടോബർ 16. അപ്പം ബംഗാൾ വിഭജനം നിലവിൽ വന്നത് എന്നാണ് 1905 ഒക്ടോബർ 16. ബംഗാൾ വിഭജനം ആരാണ് നടപ്പിലാക്കിയത്? കഴ്സൺ പ്രഭു ആണ് നടപ്പിലാക്കിയത്. ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ബംഗാൾ വിഭജനം റദ്ദാക്കിയ പ്രഭു ആരാണ്? ഹർഡിഞ്ച് പ്രഭു ആണ്. എന്നാണ് 1911 ഹർഡിഞ്ച് പ്രഭു ആണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയത്. ഓക്കെ, അപ്പം ബംഗാൾ വിഭജനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് എന്തെന്നറിയപ്പെടുന്നത്? സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പൊ അത് നിലവിൽ വന്നതും 1905. അതിന്റെ ഉദ്ദേശമാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് സ്വദേശി പ്രസ്ഥാനം നിലവിൽ വന്നത്. നെക്സ്റ്റ് 1905 കഴിഞ്ഞു. അപ്പൊ ഒക്ടോബർ 16 കുറിച്ച് പറയുമ്പം അതിന് കണക്ട് ചെയ്തൊരു ഫാക്റ്റും കൂടിയുണ്ട്. രക്ഷാബന്ധ ദിനമായിട്ട് ആചരിക്കുന്നതും ഒക്ടോബർ 16. ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമ്മൾ ഈ കുറെ കാര്യങ്ങൾ വായിച്ചു വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇപ്പൊ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുമ്പം ഇപ്പം നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങള് മാത്രം യൂസ് ചെയ്ത് വിദേശത്ത് നിന്ന് വരുന്ന സാധനങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 1906 വരുമ്പോഴത്തേക്കും 1906 ഡിസംബർ 30. എന്താണ് സംഭവം? മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ആഗാഖാനും നവാബ് സലീമുള്ളയുമാണ് നേതൃത്വം നൽകി ഈ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഫസ്റ്റ് പ്രസിഡന്റ് ആരായിരുന്നു? ആഗാഖാൻ ആയിരുന്നു. ഫസ്റ്റ് സമ്മേളനം നടന്നത് എവിടെയാണ്? ധാക്കയിലാണ്. നെക്സ്റ്റ് 1907 സൂററ്റ് പിളർപ്പാണ്. തീവ്രവാദിയും മിതവാദിയും രണ്ടായി പിളർന്നു. അപ്പം ഇന്റർനാഷണൽ കോൺഗ്രസ്സില് INC-യില് 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? പഠിച്ചിട്ടുണ്ട് നമ്മൾ. 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അതില് തീവ്രവാദിയും മിതവാദിയും എന്ന് പറയുന്ന 2 വിഭാഗം. ഇത് പറയുമ്പോഴത്തേക്കും ഈ തീവ്രവാദിയും മിതവാദിയൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഹിസ്റ്ററിയുടെ INC-യുടെ ബേസ് പഠിക്കേണ്ട കാര്യമുണ്ട്. അപ്പം എങ്ങനെ ബേസ് സെറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടി നോക്കിയിട്ട് ബേസ് നിങ്ങൾ പഠിച്ച് ക്ലിയർ ആക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് കുറച്ചും കൂടെ ഈ ടോപ്പിക്കൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. മിതവാദിയും തീവ്രവാദിയുമായിട്ട് 2ആയിട്ട് പിളർന്നു. അപ്പൊ കോൺഗ്രസ് പ്രസിഡന്റ് ആ സമയത്ത് ആരായിരുന്നു? INC-യുടെ റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു. മിതവാദത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയും. തീവ്രവാദികൾക്ക് നേതൃത്വം കൊടുത്തത് ബാലഗംഗാധര തിലകുമാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് 1909 മിന്റോ മോർലി പരിഷ്കാരം. അപ്പൊ എന്തെന്ന് പഠിക്കണം? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 എന്നും മറ്റൊരു പേരും കൂടിയുണ്ട്. 1909 ഇന്ത്യൻ കൗൺസിൽ ആക്ട്. മിന്റോ മോർലി റിഫോംസിന് 2 പേരുണ്ട്. ഇത് നടപ്പിലാക്കിയതാരാണ്? ബ്രിട്ടീഷ് വൈസ്രോയി ആയ മിന്റോയും സ്റ്റേറ്റ് സെക്രട്ടറി ആയ
മോർലിയും കൂടി ചേർന്നാണ്. അപ്പൊ ആരാണ്? ബ്രിട്ടീഷ് വൈസ്രോയി ആയ മിന്റോയും സ്റ്റേറ്റ് സെക്രട്ടറി ആയ മോർലിയും കൂടെ ചേർന്നാണ് മിന്റോ മോർലി പരിഷ്കാരം നിലവിൽ വന്നത്. എന്താണ് മിന്റോ മോർലി പരിഷ്കാരം എന്തെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുക അനുവദിച്ച പരിഷ്കാരമാണ്. അപ്പം മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കുക, സ്റ്റേറ്റ് കൗൺസിലിൽ 2 ഇന്ത്യക്കാരെങ്കിലും നിയമിക്കുക. മുസ്ലിങ്ങൾക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിക്കുക. അപ്പൊ എന്താണ്? വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 1 ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരനെയും കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. സെക്രട്ടറി ഓഫ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് 1 ഇന്ത്യക്കാരനെയും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കൗൺസിലിലേക്ക് 2 ഇന്ത്യക്കാരനെയും ഉൾപ്പെടുത്തുക. അപ്പം പറഞ്ഞു, നമ്മൾ സംഭവങ്ങളൊക്കെ എഴുതി ബോക്സിൽ എഴുതുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നെക്സ്റ്റ് 1916 ലക്നൗ പാക്ട്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് പിളർന്നത്? സൂററ്റ് പിളർപ്പിലാണ് പിളർന്നത്. 1907 രണ്ടായിട്ട് പിളർന്നത്. എന്നാൽ 1916 കോൺഗ്രസ് സമ്മേളനത്തിൽ ലക്നൗ പാക്ട് വഴി മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച സമ്മേളനമാണ്. ഓക്കെ, അപ്പൊ ആ സമ്മേളനത്തിൽ 2 പ്രത്യേകതകളുണ്ട്. തീവ്രവാദികളും മിതവാദികളും ഒന്നിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒപ്പുവെച്ചതും ഈ സമ്മേളനത്തിലാണ്. അപ്പം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒന്നിച്ചു, മിതവാദികളും തീവ്രവാദികളും തമ്മിൽ ഒന്നിച്ചു. ഈ സമയത്തെ INC പ്രസിഡന്റ് ആയിരുന്നു AC മജുംദാർ ആയിരുന്നു. നെക്സ്റ്റ് 1916 വരെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ 1916 തന്നെ വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. ഹോം റൂൾ മൂവ്മെന്റ് ആണ്. ഹോം റൂളിന്റെ അർത്ഥം എന്തിനാണ്? സ്വയം ഭരണം. അപ്പൊ അർത്ഥം സ്വയം ഭരണമാണ്. അയർലൻഡിൽ നിന്നാണ് ഈ ഹോം റൂൾ എന്ന് പറയുന്ന പദം വന്നത്. അപ്പം നേതാക്കൾ ആരൊക്കെയാണ്? ആനി ബെസന്റും ബാലഗംഗാധര തിലകുമാണ്. ഓക്കെ, ആനി ബെസന്റ് നേതൃത്വം നൽകിയത് മദ്രാസിലെ അടയാറിൽ 1916 മദ്രാസിലെ അടയാറിലും ബാലഗംഗാധര തിലക് പൂനെയിലുമാണ് നേതൃത്വം നൽകിയത്. ബാലഗംഗാധര തിലക് എവിടെയാണ്? പൂനെയിലും. ആനി ബെസന്റ് മദ്രാസിലെ അടയാറിലുമാണ്. ആനി ബെസന്റിനെ 1917 എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാര് തടവിലാക്കി. അപ്പം സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞതാരാണ്? ബാലഗംഗാധര തിലകാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത്. ഇത് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കാതെ ഒരു PSC എക്സാമിന് പോവേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എടുത്ത് എഴുതി നമ്മൾ ബോക്സിൽ വെച്ച് തന്നെ പഠിക്കുക. കാരണം ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്കത് റിവിഷൻ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു മെത്തേഡായിരിക്കും ഇത്. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ഫസ്റ്റ് സത്യാഗ്രഹമാണ് അല്ലേ ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരനിലാണ്. 1/3 കൃഷിഭൂമിയുടെ ഭാഗത്ത് നിർബന്ധമായി നീലം കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? അതിന് വേണ്ടിയാണ് ഈ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ലയായിരുന്നു. ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രത്തിൽ സജീവമാകാൻ കാരണമായ സമ്മേളനമാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഇത്രയും പോയിന്റ് 1917 ഡേറ്റ്. ഇത്രയും പോയിന്റ് വരെയാണ് ഞാൻ പറഞ്ഞു നിർത്തിയത്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ബോക്സ് തയ്യാറാക്കി ജസ്റ്റ് പഠിച്ചു നോക്ക്. ഉറപ്പായിട്ട് നിങ്ങൾ മറന്നു പോകത്തില്ല. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആകും. ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഹിസ്റ്ററിയൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് ടഫായിട്ടുള്ള ടോപ്പിക്ക് വരുമ്പോൾ പഠിക്കുന്നത്. നിങ്ങളും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ യൂസ്ഫുൾ ആയ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. താങ്ക് യു.